അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നാം വിശകലനം ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന വിഷയത്തിലെ ആദ്യ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസുൽ അവ്വൽ അൽ ഹലാലു ബയ്യനുൻ. അനുവദനീയമായ കാര്യങ്ങൾ വ്യക്തമാണ്. തൊപ്പിയെവിടെ? തലമറക്കാതെ നിസ്കരിക്കൽ കറാഹത്തല്ലേ? നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ഇറങ്ങിയ ആയിഷത്തിനോട് ജ്യേഷ്ഠൻ സുബൈർ ചോദിച്ചു. ആയിഷക്ക്, എന്താണ് കറാഹത്ത്? സുബൈർ, ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. തലമറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. തലമറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ആഷിഖ്, ഇതെനിക്കറിയാം. അൽ അഹ്കാമു ശറഇയ്യയിൽ മക്റൂഹ് എന്നാണ് അതിന് പറയുക. നീ അഹ്കാമു ശറഇയ്യ പഠിച്ചിട്ടുണ്ടോ? നടക്കുമ്പോൾ സുബൈർ ചോദിച്ചു. ആഷിഖ്, അതെ. വാജിബ്, സുന്നത്ത്, മക്റൂഹ്, ഹറാമ്, മുബാഹ് എന്നിവയാണവ. സുബൈർ, മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ആഷിഖ്, 5 വഖ്ത് നിസ്കാരം വാജിബും മസ്ജിദിൽ വെച്ചാവൽ സുന്നത്തുമാണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. സുബൈർ, ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാമ്. കള്ളുകുടിക്കൽ ഹറാമാണ്. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. പാല് കുടിക്കൽ മുബാഹാണ്. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. മന്ദൂബ് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. മുബാഹിനെ കുറിച്ച് ഹലാൽ എന്നും പറയും. ആഷിഖും സുബൈറും മസ്ജിദിലെത്തി. അൽ അഹ്കാമു ശറഇയ്യതു ഖംസത്തുൻ. ശറഇയ്യായ വിധികൾ 5 ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. 1. നുഅരിഫ്. താഴെ ശറഇയ്യായ 5 വിധികളും കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനെക്കുറിച്ചും എഴുതാനാണ്. 1. വാജിബുൻ. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും. 2. ഹറാമുൻ. ചെയ്താൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും. 3. മക്റൂഹുൻ. ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. 4. സുന്നത്തുൻ. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. 5. മുബാഹ്. ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയുമില്ലാത്തത്. ഇനി നമുക്ക് 2ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നസ്ൽ, ചേരുംപടി ചേർക്കാനാണ്. താഴെ ശറഇയ്യായ 5 വിധികളും 5 പ്രവർത്തനങ്ങളും കൊടുത്തിട്ടുണ്ട്. യോജിച്ച രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. 1. വാജിബുൻ. വാജിബിനോട് യോജിച്ച കാര്യം 3ാമതായി നൽകിയിരിക്കുന്നു. ളുഹ്ർ നിസ്കാരം. സി എന്ന് ചേർത്ത് കൊടുക്കാം. 2. ഹറാമുൻ. ഹറാമായ കാര്യം 1ാമതായി നൽകിയിരിക്കുന്നു. പുരുഷന്മാർ മുട്ടുമറയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ. എ എന്ന് ചേർത്ത് കൊടുക്കാം. 3. മക്റൂഹുൻ. മക്റൂഹിനോട് യോജിച്ചത് 2ാമതായി നൽകിയിരിക്കുന്നു. തലമറക്കാതെ നിസ്കരിക്കൽ. ബി എന്ന് ചേർത്ത് കൊടുക്കാം. 4. മന്ദൂബുൻ. മന്ദൂബായ കാര്യം അവസാനം നൽകിയിരിക്കുന്നു. അദാൻ വിളിക്കൽ. ഇ എന്ന് ചേർത്ത് കൊടുക്കാം. 5. മുബാഹൻ. മുബാഹായ കാര്യം 4ാമതായി നൽകിയിരിക്കുന്നു. ബിരിയാണി കഴിക്കൽ. ഡി എന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 3ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നംല ഉൽ ജദവൽ. പട്ടിക പൂർത്തിയാക്കാനാണ്. താഴെ 3 കോളമുള്ള പട്ടിക കാണാം. താഴേക്ക് അഹ്കാമു ശറഇയ്യയിലെ 5 വിധികളും എഴുതിയതായി കാണാം. ഓരോ വിധികൾക്കും നേരെ ഓരോ ഉദാഹരണങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുന്നു.
നാം ചെയ്യേണ്ടത് മിസാലുൻ ആഖർ എന്ന കോളത്തിൽ ഓരോ ഉദാഹരണങ്ങൾ ചേർത്ത് കൊടുക്കണം. മുബാഹുൻ പാൻറ് ധരിക്കുക. മറ്റൊരു ഉദാഹരണം വാഹനം ഓടിക്കുക. മന്ദൂബുൻ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. മറ്റൊരു ഉദാഹരണം വെള്ള വസ്ത്രം ധരിക്കുക. ഹറാമുൻ കളവ് പറയുക. മറ്റൊരു ഉദാഹരണം മോഷണം നടത്തുക. വാജിബുൻ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുക. മറ്റൊരു ഉദാഹരണം സകാത്ത് നൽകുക. മക്റൂഹുൻ വഴിയിൽ മൂത്രമൊഴിക്കുക. മറ്റൊരു ഉദാഹരണം ഇടതു കൈകൊണ്ട് വെള്ളം കുടിക്കുക. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തുബുൽ മാന നമുക്ക് അർത്ഥം എഴുതാം. അഹ്കാമു ശറഇയ്യയിലെ 5 നിയമങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിൻ്റെയും അർത്ഥം നമുക്ക് എഴുതാം. വാജിബുൻ നിർബന്ധം, മക്റൂഹുൻ വെറുക്കപ്പെട്ടത്, ഹലാലുൻ അനുവദനീയം, മന്ദൂബുൻ സുന്നത്ത്, ഹറാമുൻ നിഷിദ്ധം. ഇനി നമുക്ക് അവസാന വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തുബു നമുക്ക് എഴുതാം. താഴെയുള്ളവ നേരെ എഴുതി കൊടുക്കാനാണ്. 1 അൽ അഹ്കാമു ശറഇയ്യത്തു, 2 അൽ വാജിബു, 3 അൽ മന്ദൂബു, 4 അൽ മക്റൂഹു, 5 അൽ ഹറാമു, 6 അൽ മുബാഹു, 7 അൽ ഫർളു, 8 അസ്സുന്നത്തു, 9 അൽ മുബാഹു. ഇതോടുകൂടെ 1-ാം അധ്യായത്തിലെ പാഠവും തദ്രീബാത്തും നാം വിശകലനം ചെയ്തു കഴിഞ്ഞു. ഈ ഒരു അധ്യായത്തിലൂടെ നാം പഠിച്ചത് അഹ്കാമു ശറഇയ്യയിലെ 5 വിധികളാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഈ 5-ാലൊരു നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതായിരിക്കും. ഫർള്, സുന്നത്ത്, മക്റൂഹ്, ഹറാം, ഹലാൽ എന്നിവയാണ് 5 നിയമങ്ങൾ. ധാരാളം അറിവുകൾ പഠിക്കാനും പഠിച്ച അറിവുകൾ ജീവിതത്തിൽ പകർത്താനും നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.